ഓരോ മേഖലയിലും നൂറ്റാണ്ടുകൾ കൂടുമ്പോഴും ആ മേഖലയ്ക്ക് വേണ്ടി മാത്രം ഒരാൾ ജനിക്കും. അത്തരത്തിലൊരു മാന്ത്രികൻ ഫുട്ബോളിന് വേണ്ടി ജനിച്ച് അയാൾ കളിച്ച കാലഘട്ടത്തിൽ അയാൾക്കൊപ്പം കളിക്കേണ്ടി വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം രണ്ടാമനായി പോയ ഒരാളാണ് ഇന്ന് രാവിലെ ഇന്റർനാഷണൽ ഫുട്ബോളിലെ വേൾഡ് കപ്പിൽ നിന്ന് കളമൊഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ലയണൽ മെസ്സിയുടെ കാലഘട്ടത്തിൽ ജനിച്ചു പോയത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളും. ഇന്ന് ഫാൻസൊക്കെ പല തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ട്. ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കറും മികച്ച ഒരു കളിക്കാരനും ഇന്ന് തന്നെ പറയണം. സ്വന്തം ഫിസിക് കൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്തു. എന്റെ അഭിപ്രായത്തില് ഫുട്ബോളിൽ മികച്ച ഫുട്ബോൾ പ്ലെയർ എന്ന് പറയുന്നത് റൊണാൾഡോ തന്നെയാണ്. മെസ്സി ഒരു പ്ലെയർ ആയിട്ട് നമുക്ക് താഴ്ത്തി കെട്ടാൻ പറ്റില്ല. അത് ഫുട്ബോൾ ഒരു വികാരമാണെങ്കിൽ ആ വികാരത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ചിന്തയാണ് മെസ്സി. അപ്പോ ഏറ്റവും മികച്ചവൻ റൊണാൾഡോയാണ്. മെസ്സിഹ തന്നെയാണ്. അപ്പൊ വേറെ ലെവൽ രണ്ട് ലെവലിലാണ്. അപ്പോ റൊണാൾഡോ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ടും മെസ്സിക്ക് 8 ബാലൻഡിയർ ഉള്ളപ്പോൾ 5 റൊണാൾഡോയ്ക്ക് ഉണ്ട്. മെസ്സിക്ക് UCL ഉള്ള റൊണാൾഡോയ്ക്ക് UCL ഉണ്ട്. ലോകകപ്പിൽ എത്താൻ പറ്റിയില്ല. യൂറോ കപ്പ് നേടി ഗോൾ റെക്കോർഡില് സ്ട്രൈക്കർ ആയതുകൊണ്ട് തന്നെ ഒന്നാമതാണ്. പിന്നെ ബോൾ കോൺട്രിബ്യൂഷൻ എടുക്കുമ്പോൾ മെസ്സിയുടെ കോമ്പറ്റീഷൻ ഉണ്ട്. മെസ്സി ഒന്നാമതാണെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ട്. അങ്ങനെ ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്ത്, അതായത് കോമ്പറ്റീഷൻ ഉള്ളപ്പോഴാണല്ലോ എതിരാളിയുടെ ഇത് മെച്ചപ്പെടുന്നു. അങ്ങനെ ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്ത് നിന്ന ആളെന്ന രീതിയിൽ എല്ലാ കാലത്തും ബഹുമാനം അർഹിക്കുന്ന അണ്ണൻ കണ്ണീരോടുകൂടെ മടങ്ങി. മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആവേശമൊന്നുമില്ലാതെ പന്ത് കെട്ടിക്കളി. സ്പെയിനിന്റെ കളി നമ്മളെ പ്രതീക്ഷിച്ചിരുന്നു. സ്പെയിൻ ബാസറ്റ് കളിക്കും, അതുപോലെ തന്നെ പോർച്ചുഗലും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അത് ഗെയിം ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറയുന്നത് പോർച്ചുഗലിന്റെ 10ാം നമ്പർ താരം ബെർണാർഡോ സിൽവയെ കളത്തിൽ ഇറക്കിയാണ്. അത് മനഃപൂർവ്വം ഇറക്കുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ, ഈ പോർച്ചുഗൽ ടീമിൽ ആർക്കും കളി ജയിക്കണമെന്നൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇതാണോ വിറ്റീന, ഇതാണോ ബ്രൂണോ, ഇങ്ങനെയാണോ ഒരു ടീമിൽ കളിക്കുന്നത്? ആകെ ആക്രമിച്ച് അവസാന നിമിഷമെങ്കിലും പറഞ്ഞ സിൽവയ്ക്ക് തന്റെ തെറ്റിനൊരു ഇത് ചെയ്യണമെന്ന് തോന്നിയോണ്ട് കളിച്ച ഒരു 2-3 ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല മികച്ച പ്രകടനങ്ങളൊന്നും ഒന്നും വന്നില്ല. അതുപോലെ ന്യൂനോമെൻഡസിന് പരിക്ക് പറ്റി. മൊത്തത്തില് സ്പെയിനാണ് പിന്നെ അറ്റാക്ക് നടത്തിയത്. സ്പെയിൻ നടത്തിയ അറ്റാക്കുകൾക്ക് അവർ 90-ാം മിനിറ്റിൽ അതും അവരുടെ ഒരു ബ്രില്യൻസ് ആണ്. ക്യുക്ക് സ്റ്റാർട്ട് എടുത്ത് ഒറ്റയടിയല്ല 3 പാസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മനോഹരമായ ഒരു ഗോൾ തന്നെ ക്ലിയർ ചെയ്തു. അതുവരെ നിന്നിരുന്ന കാവൽപടൻ അവരുടെ ഗോൾ കീപ്പർ കോസ്റ്റ കളർന്നു പോയി. കോസ്റ്റ എത്ര സേവ ചെയ്തത്! എന്ത് മോശം ഡിഫൻസ് ആണ് ഇവരുടെ. മികച്ചൊരു റൂബൻ ഡയസിന്റെ അത്ര മെച്ചല്ലായിരുന്നു. അദ്ദേഹത്തിന് ഒരു പാർട്ട്ണർഷിപ്പ് പോലും കൂട്ടത്തിൽ മെച്ച റൂബൻ ഡയസ് ആയിരുന്നു തോന്നുന്നു. പിന്നെ ന്യൂനോമെൻഡസ് ഒരു പരിധി വരെ ജമാലിനെ അടക്കി നിർത്തി. പക്ഷെ ഉണ്ടായിരുന്ന കാലഘട്ടത്തില് നമുക്ക് ലഭിച്ചിരുന്ന ഒരു പോർച്ചുഗൽ അല്ല. മത്സരം നിലയിലെത്തിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ക്യാൻസലോടെ അദ്ദേഹം പരാജയം. ഡാൽവിനെ കുറച്ച് നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ മാസിഡോണിയയിലെ ഒരു കോമ്പിനേഷനുകളെങ്കിലും അവിടെ വർക്ക് ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാമായിരുന്നു. ഇനി പറഞ്ഞ പോലെ റൊണാൾഡോയെ സബ് ചെയ്യണമായിരുന്നു എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. തിരിച്ചായിരുന്നു ചെയ്യുന്നത്. റൊണാൾഡോ അതിലൊന്നും ആവശ്യമില്ലായിരുന്നു. റാമോസിനെ ഇറക്കി ഒരു ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞ് ഒരു 65 മിനിറ്റ് ശേഷം റൊണാൾഡോ ഇറക്കിയിരുന്നെങ്കിൽ ഇപ്പൊ ലുക്കാക്കൊക്കെ ചെയ്യുന്ന റോഡ് ചെയ്തേനെ. റൊണാൾഡോ ഗോൾ സ്കോർ ഫ്രീ സിറ്റുവേഷൻ ആണ്, റൊണാൾഡോ സ്കോർ ചെയ്യും. സ്കോറിബിലിറ്റി ഉള്ള ആളാണ് റൊണാൾഡോ. അതൊരു പ്രശ്നമുണ്ട്. അർജന്റീന മെസ്സി യൂസ് ചെയ്യുന്നുണ്ടോ? മെസ്സി ഏത് പൊസിഷനിൽ വരുമെന്ന് അവിടുത്തെ യുവനിരക്ക് മുഴുവൻ അറിയാം. അവരതിനനുസരിച്ച് ബോൾ ഇടുക. അല്ലാതെ മെസ്സിയെ കൊണ്ട് ബോൾ ഇടിപ്പിച്ചിരിക്കുന്നതല്ല ഈ വേൾഡ് കപ്പ്. ഈ വേൾഡ് കപ്പിൽ മെസ്സിക്ക് അസിസ്റ്റുകളില്ല. മെസ്സി അങ്ങനെ പ്ലേ മേക്കിലോട്ട് പോകണമെന്നില്ല. പക്ഷെ മെസ്സി സ്റ്റാർട്ട് ചെയ്ത് വെച്ചാലും അവസാനം മെസ്സി എത്തുന്നിടത്തേക്ക് അവർ ബോൾ എത്തിക്കും. റൊണാൾഡോയുടെ ഏറ്റവും വലിയ പോയിന്റ് ആയ ഹെഡിന് പോലും ബോൾ വരുമ്പോഴും വന്നില്ല. ക്രോസ് ഇല്ല. അവസാന പക്ഷെ എനിക്ക് അവസാനത്തെ ഒരു 6 മിനിറ്റ് സ്റ്റാഡിയമിൽ 6 മിനിറ്റ് വരുന്നപ്പോൾ അവിടെ 2-3 ക്രോസുകൾ വന്നപ്പോഴും അവർക്കെല്ലാവർക്കും എത്തേണ്ട റൊണാൾഡോയിലേക്കാണെങ്കിൽ അതിന് മുമ്പ് തന്നെ അവിടെ സ്വന്തം ടീമിലെ പ്ലേയേഴ്സ് അതെന്തായാലും ഈ ടീമും വെച്ച് അണ്ണന്റെ ലോകകപ്പൊന്നും സാധ്യമായിട്ടുള്ള കാര്യം. ഡ്രീം ഫൈനൽ പ്രതീക്ഷിക്കുന്നവർക്കും ഫുട്ബോൾ ആരാധകരെല്ലാവരും ഡ്രീം ഫൈനലാണ് നേരത്തെ വിരമിച്ചു പോകുന്നതായിരുന്നു അണ്ണനും നല്ലത്. എന്തായാലും അണ്ണൻ 1000 ഗോൾ തയ്ക്കാൻ ഇനി ക്ലബ് കരിയർ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. എന്തായാലും അണ്ണൻ തുടരട്ടെ. 2ാമത്തെ മത്സരത്തില് ട്രംപിന്റെ കാശുകൾക്കും അധികാരത്തിനും പണത്തിന് മേലെ ബെൽജിയത്തിന്റെ സുവർണ നിരയുടെ അവശിഷ്ടം പൊങ്ങി നിന്നു. ബെൽജിയം അത് അവിടെ ശ്രദ്ധിക്കണം. ഡിബ്രൂയിനിയോ ലുക്കാക്കു അല്ല അവിടുത്തെ മെയിൻ പ്ലെയർ. യുവനിരയാണ് അവിടെ കളിക്കുന്നത്. കളിക്കണമെന്ന് അവർക്ക് കോച്ചിന്റെ മികച്ച ഇടപെടലുകൾ നന്നായിട്ട് തന്നെ അദ്ദേഹം ഇടപെടുന്നു. ബെൽജിയം കുറച്ചാണ് കോച്ച് കപ്പെടുകയുള്ളൂ എന്നുള്ള സാധനം നിൽക്കുന്നുണ്ട്. ബെൽജിയം
ടൈറ്റ് കോമ്പറ്റീഷനുമായി വരുന്നു. ബെൽജിയത്തിന്റെ എതിരാളികളെ സ്പെയിൻ 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 ഇന്ന് കഴിഞ്ഞ കളി മത്സരം കഴിഞ്ഞ കളി മാത്രം നല്ലതായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ലക്ഷ്യമാരുടെ പ്രകടനം വളരെ മോശമായിട്ട് തന്നെയാണ്. വേൾഡ് കപ്പിനെ ഒരു വലിയ മെച്ചമായിരുന്നില്ല ഇന്നലെ. അങ്ങനെ മെച്ചം കളികള് സ്പെയിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഗോൾ വീണത് കൊണ്ട് കളി ജയിച്ചു എന്ന് മാത്രം പറയാം. എന്തായാലും ക്വാർട്ടറിന്റെ 3 ലൈനപ്പായി സ്പെയിൻ വേഴ്സസ് ബെൽജിയം, അതുപോലെ തന്നെ നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട്, ഫ്രാൻസ് വേഴ്സസ് മൊറാക്കോ ആഫ്രിക്കൻ ടീം. ഒരു ആഫ്രിക്കൻ ടീമും സെമിയിൽ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തായാലും ഇന്ന് വൈകിട്ട് അല്പസമയത്തിനകം കളി തുടങ്ങുന്നു. കളിയിലക്കടത്തിലേക്ക് ഫുട്ബോളിലെ മെസ്സിക ഈജിപ്തിന്റെ മെസ്സിയും യഥാർത്ഥ മെസ്സിയും തമ്മിലുള്ള പോരാട്ടമാണ്. ഇന്ന് ഒരു ലജന്റ് കളവഴിയും മുഹമ്മദ് സലയ്ക്ക് യാത്രാമംഗളങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നു. രാവിലെ ഭാഗ്യമുണ്ടെങ്കിൽ ഹാമിഷ് റോഡിഗ്രസ് യാത്രാമംഗളങ്ങൾ അറിയിക്കുന്നു. അല്ലെങ്കിൽ ഷാക്ക എന്ന അവരുടെ പരിചിതമായ ക്യാപ്റ്റൻ എന്തായാലും എന്തായാലും ഒരു മത്സരങ്ങൾ കണ്ടറിയാം. അർജന്റീനക്ക് ഇനി അണ്ണനില്ല, ബ്രസീലില്ല. ലിയോയ്ക്ക് ഇനി ലെഗസി, 2ാം ലോകകപ്പ് നേടി ലെഗസിക്കുള്ള സമയം മാത്രം, എംബാപ്പയെ മാത്രം കീഴടക്കാൻ മുന്നിൽ. അപ്പൊ എന്തായാലും കണ്ടറിയാം മത്സരങ്ങളുടെ ഫലം.